ഹായ് ഡിയേഴ്സ്, നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഡിറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കും കൂടി അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് സെക്കൻഡ് ആലമിന് ശേഷം ലാസ്റ്റ് കയറിയ വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് മാർക്ക് ഓരോ കോളേജിലും അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതങ്ങനെ ചെക്ക് ചെയ്യാൻ ജസ്റ്റ് നോക്കിയാൽ ഇത് നമുക്ക് എന്താണ് ഇതിൻ്റെ ഉപകാരം എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് ആ ഒരു കോളേജ് എത്ര സീറ്റ് ഉണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കയറിയ വിദ്യാർത്ഥിയുടെ ഇൻഡെക്സും ബേസ് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടാൻ ചാൻസ് കൂടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കി ചെയ്യാം. ഇവിടെ ഞാൻ ഇപ്പോൾ ഒരു സെലക്ട് കോഴ്സ് എന്നുള്ളതിൽ FAGP കൊടുക്കുക. നിങ്ങളുടെ പ്രോഗ്രാം നിങ്ങൾ ഏതാണോ നോക്കുന്നത് അത് കൊടുക്കാവുന്നതാണ്. ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായി ഞാൻ BA ഹിസ്റ്ററി ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. BA റിലേറ്റഡ് BCom നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിൽ BSc നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഏതാണോ ജില്ല ആഗ്രഹിക്കുന്നത് ആ ഒരു കോളേജ് സ്ഥിതി ജില്ല അതനുസരിച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ അതിന് താഴെ കാണിക്കും. ഇപ്പോൾ ചിറ്റൂർ കോളേജിൽ ജനറലിന് 1122 കയറിയിട്ടുണ്ട് BA ഹിസ്റ്ററി. പിന്നെ OBH ആകുമ്പോൾ 1106 കയറിയിട്ടുണ്ട്. ST ആകുമ്പോൾ 1088. അങ്ങനെ ഒരു റിസർവേഷൻ ബേസിലും ജനറൽ ബേസിലും കയറി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി നോക്കിയിട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അങ്ങനെ എൻ്റെ ഒരു രീതി വരുന്നത്. പിന്നെ അടുത്തെന്ന് പറയുള്ളത് നിങ്ങൾ എഡിറ്റ് ചെയ്യണവർ ആർക്കൊക്കെ പറ്റുമെന്ന് പറഞ്ഞാൽ മൈനറ്റ് ഫീ ഒന്നും അടയ്ക്കാണ്ട് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അവർക്കും പറ്റും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ കൊടുത്തതിൽ മാറ്റം ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടേ ഇല്ല, മുന്നിൽ ഫസ്റ്റിലും സെക്കൻഡിലും ഒന്നും കിട്ടിയില്ല, അവർക്കും എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും നോക്കി എഡിറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ടൈം എന്ന് പറയണത് ആണ് ഏറ്റവും എല്ലാവരും ചോദിക്കുന്നത്, എത്ര മണി വരെ എഡിറ്റിംഗ് ഉണ്ടെന്ന്. അപ്പോൾ അതാണ് പറയാനുള്ളത്. 24 മണിക്കൂറാണ് ഏകദേശം കണക്ക് കൂട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ദിവസം എന്ന രീതിയിൽ അപ്പോൾ ആ ഒരു ടൈം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കി ചെയ്യാം. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്, ഒരു ലിങ്ക്, അതിൽ ജോയിൻ ചെയ്തിട്ട് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടോ അല്ലെങ്കിൽ കമൻറ്റ് വഴി നിങ്ങൾക്ക് ചോദിക്കാമെന്നാണ്, ഞാൻ റിപ്ലൈ തരും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക.